ബംഗാളിൽ ബി.ജെ.പി. സർക്കാർ അധികാരമേറ്റതോടെ എക്സിൽ ബയോ തിരുത്തി മമതാ ബാനർജി. ബംഗാൾ മുഖ്യമന്ത്രി എന്ന വിശേഷണം മാറ്റി കഴിഞ്ഞ 3 നിയമസഭകളിലെ മുഖ്യമന്ത്രി എന്നാക്കി. ശ്രീനാഥ് ചന്ദ്രൻ കൊൽക്കത്തയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ എത്തിയിരിക്കുകയാണ്. ശ്രീനാഥ്, അധികാരമൊഴിയില്ല, തെരഞ്ഞെടുപ്പ് അട്ടിമറിയാണ് എന്നതടക്കം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു മമത. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ കഴിഞ്ഞ 3 നിയമസഭകളിലെ മുഖ്യമന്ത്രി എന്നാണ് സ്വയം വിശേഷിപ്പിക്കുന്നത്, അല്ലേ? ഇന്നലെ വരെ സാങ്കേതികമായെങ്കിലും അവർ ഒരു കാവൽ മുഖ്യമന്ത്രി എന്ന പദവി അവർക്കുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റതോടെ അവർക്ക് ആ സാങ്കേതികമായ ഒരു പദവി പോലും ഇല്ലാതായി. അതായത് സ്വാഭാവികമായും അവർ മുഖ്യമന്ത്രി അല്ലാതായി. ഇനി അവർ എത്ര തർക്കിച്ചാലും അവർ മുഖ്യമന്ത്രി അല്ല എന്നതാണ് വസ്തുത. അതോടെയാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ കഴിയുമ്പോഴേക്കും മമതാ ബാനർജി തന്റെ ബയോയിൽ, പഴയ ട്വിറ്ററിലെ ഇപ്പോഴത്തെ എക്സിലെ തന്റെ ബയോ അവർ തിരുത്തിയത്. നേരത്തെ ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് വെസ്റ്റ് ബംഗാൾ എന്നതായിരുന്നു അവരുടെ ബയോയിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് മാറ്റി ചീഫ് മിനിസ്റ്റർ ഓഫ് ബംഗാൾ ബ്രാക്കറ്റിൽ 15, 16, 17 നിയമസഭകൾ എന്നാക്കി അവർ മാറ്റിയിട്ടുണ്ട്. അതായത് ഇപ്പോഴത്തെ അവരുടെ തർക്കവും നിയമ പോരാട്ടവും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴും ഒരു തരത്തിൽ അവരിപ്പോഴുള്ള പോരാട്ടത്തിൽ, അതായത് മുഖ്യമന്ത്രി പദം വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് സ്വീകരിച്ച് നടത്തിയ പോരാട്ടത്തിൽ അവർ കീഴടങ്ങുന്നു എന്നതാണ് ഈ ബയോ തിരുത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അസിത, തീർച്ചയായും അങ്ങനെ മമത ഒന്ന് അടങ്ങുകയാണ്, ഒന്ന് പിൻവലിയുകയാണ്. ഇതുവരെയും ചെറുത്തു നിൽക്കുകയായിരുന്നു. ജനവിധിക്ക് ശേഷവും അതിൽ മാനിപ്പുലേഷൻ എന്ന ആരോപണം, SIR-മായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലെ വലിയ വോട്ട് നിഷേധം, ഇതൊക്കെ ഉയർത്തിയുള്ള എല്ലാ പ്രതിരോധവും മമതയും അവസാനിപ്പിക്കുന്നു. ബയോ തിരുത്തിക്കൊണ്ട് പിന്നോട്ടാക്കാൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.